നമ്മൾ ഈ ചർച്ചകളിൽ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെടേണ്ട, നന്നായിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്തും വിചാരിച്ച് സാധാരണക്കാരന്റെ മേക്കട്ട് കയറാൻ മുനിസിപ്പൽ ഭരണം ഉപയോഗിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണത്. ഈ മുന്നറിയിപ്പ് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായ എല്ലാവരും നഗരസഭാ ഭരണാധികാരികളോട് പറഞ്ഞു, ഞങ്ങൾ വൈസ് ചെയർമാനോട് പറഞ്ഞു, ഞങ്ങളുടെ കൗൺസിലർമാരായ KM ഇസാഖും ശീലജ വാഴകുന്നത്തൊക്കെ പറഞ്ഞു, ചില ആൾക്കാരെയൊക്കെ അധിക്ഷേപിച്ച് മുണ്ടാണ്ടിരിക്കൂ എന്ന രീതിയിലൊക്കെ സംസാരിക്കുക. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് VD സതീശനാണ്, അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അല്ല. ഈ കാര്യം ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നിങ്ങള് ഇത് അനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ അബ്രാലി മാത്രം ഇതിൽ നിലനിൽക്കില്ല, ഇതിലെല്ലാവരും വരും. ഇത് ചെറുപ്പശ്ശേരിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇവിടെ നിൽക്കുന്ന പല കടകളിലുള്ള ആൾക്കാരും ഞങ്ങളടുത്ത് ഒരുപാട് നിവേദനങ്ങൾ തന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഇവിടെ പുത്തനക്കാവിന്റെ അവിടെ വന്ന ഞങ്ങൾക്ക് 30 രൂപ കൊടുക്കണം, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പിന്നെയും 30 രൂപ കൊടുത്താൽ മാത്രമേ ബസ് കിട്ടുള്ളൂ, സമയത്ത് എത്താൻ കഴിയുന്നില്ല. എന്തിനാ ഈ ചിത്രമാനായോ? നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അവിടെ വന്ന് തിരിച്ചു പോകൂടെ? നമ്മളിവിടെ തിരിച്ചു വരണം എന്നപ്പോ ബസ്സൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ട്രാഫിക് ലംഘനം നടത്താം. ഈ ബസ്സുകാരോട് ഇങ്ങനെ പറയാം. എന്നിട്ട് വൈസ് ചെയർമാൻ പറയാൻ ഒരു സൈറ്റ് കണ്ടു പട്ടും എന്താ പറയണെന്നറിയോ? നിങ്ങൾ പട്ടാമ്പി ബസ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു, പിന്നെ തറവാട് കൊട്ട പട്ടാമ്പി ബസ്സുകാര് ഫ്രീ ആയിട്ട് പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങള് കാശ് കൊണ്ട് പോവും, എത്ര വൈകിട്ടുണ്ടെങ്കിലും. ഞങ്ങൾ നിയമം മാത്രമാണ് ഞങ്ങൾക്ക് കൊണ്ടുള്ളൂ. അപ്പൊ ഇത് നേരിടേണ്ടി വരും. നിങ്ങൾക്ക് സാധാരണക്കാരോട് ഒരു ദാർഢ്യം അഹംഭാവം എന്നുണ്ട്. ഇന്നത്തെ പോസ്റ്റുകൾ കണ്ടറിയും. ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഇട്ടുന്ന ഞങ്ങൾ ഫ്രീ യാത്ര സഹകരിക്കും. അയാൾക്ക് കൊടുക്കുന്നില്ല, പെണ്ണുങ്ങൾക്കേ ഉള്ളൂ. അയാൾ എന്ത് വിട്ടിയാണ്? അയാൾക്ക് മനസ്സിലാവണ്ടേ? ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അല്ല ഇവിടെ പൈസക്കാരെ കൊടുക്കും. ഈ സാധാരണ ബസ്സിൽ ആരോടെ പോണേ? ഇതിന് പോണത് പാവപ്പെട്ട സ്ത്രീകൾ, അല്ലാത്തവരൊക്കെ കാറും ഇതൊക്കെ എടുത്തിട്ടാ പോണത്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങൾ വേണ്ട വെച്ചില്ലല്ലോ. പാവപ്പെട്ടവർക്ക് ഇത് കൊടുത്ത KSRTC പോയി. ഞങ്ങൾ KSRTC ബസ്സിന് കൃത്യമായിട്ട് ചെക്കാണ്ട് എഴുതി കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഇന്ദിരാഗാന്ധി 2 ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ നടത്തും. നിങ്ങൾ മേപ്പെട്ട് നോക്കി വെക്കേണ്ടി വരും. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.